നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം അത്തം നക്ഷത്രക്കാരുടെ മുൻജന്മ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അത്തം നക്ഷത്രക്കാർ, അവരുടെ കഴിഞ്ഞ ജന്മത്തിൽ അവർ ആരായിരുന്നു, ഇവരുടെ പൂർവജന്മ രഹസ്യം എന്താണ്? ഈ വീഡിയോ വിശ്വാസികൾക്കുള്ള ഒരു വീഡിയോ. ഇത് അന്ധവിശ്വാസം പ്രകടിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു കാര്യമല്ല. ചില വിശ്വാസമില്ലാത്ത ആൾക്കാർ വീഡിയോ കണ്ടിട്ട് അതിന് നെഗറ്റീവ് കമന്റുകൾ ഇടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. കാരണം അവർ കണ്ടു കഴിഞ്ഞാൽ ഇത് ഞാൻ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യമെന്നാണ് പറയുന്നത്. എന്നാൽ ഇത് ഒരു വസ്തുത ഉള്ള കാര്യമാണ്. ഭാരതീയ ജ്യോതിഷം ഒരാളുടെ പൂർവജന്മത്തെ പറ്റി പറയുന്നുണ്ട്. ഭാരതീയ ജ്യോതിഷത്തിൽ 19-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥങ്ങളിലും പാരമ്പര്യ ജ്യോതിഷ ചിന്തകളിലും ഈ പൂർവജന്മ രഹസ്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ പൂർവജന്മ കാര്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. ഒരാളുടെ 5-ാം ഭാവം കൊണ്ടും 9-ാം ഭാവം കൊണ്ടും 12-ാം ഭാവം കൊണ്ടും ഒക്കെയാണ്. ഈ 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ പൂർവ്വപുണ്യഭാവമാണ്. 9-ാം ഭാവം അതുപോലെ തന്നെ. 12-ാം ഭാവം മോക്ഷത്തിന്റെ ഭാവമാണ്. അപ്പൊ ഇങ്ങനെ ഈ 5ഉം 9ഉം 12ഉം ഭാവം കൊണ്ട് ഒരാളുടെ നക്ഷത്രത്തെ ഈ പറഞ്ഞ നക്ഷത്രത്തിന്റെ ഏത് നക്ഷത്രമാണെങ്കിലും ആ നക്ഷത്രക്കാരുടെ പൂർവജന്മത്തെ പറ്റി സാമാന്യമായി പറയാൻ സാധിക്കുന്നതാണ്. ഇതൊരു സാമാന്യമായ ഫലമാണ് പറയുന്നത്. ഓരോ നക്ഷത്രക്കാരും ഈ പറഞ്ഞ അത്തം നക്ഷത്രത്തിൽ ജനിച്ച ഓരോരുത്തരും അവർ പല പല സമയങ്ങളിലായിരിക്കും ജനിച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ ലഗ്നം വ്യത്യാസമുണ്ട്. അപ്പൊ ഇത് ഞാൻ സാമാന്യമായി പറയുന്ന കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ മുൻജന്മ രഹസ്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരും അവരുടെ ജാതകം പരിശോധിച്ചാല് അല്ലെങ്കിൽ ഗ്രഹനില പരിശോധിച്ചാല് കൃത്യമായിട്ട് അതിന് ഒരു പൂർണ്ണത വരികയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇത് സാമാന്യമായ ഒരു ഫലമായി കണ്ടാൽ മതി. ഒരു വ്യക്തിയുടെ ജാതകത്തിലെ ഗ്രഹനിലകളിൽ പ്രത്യേകിച്ച് വേടത്തിനും കേതുവിനൊക്കെ ചില പ്രത്യേക സ്ഥാനങ്ങളുണ്ട്. അപ്പൊ അവര് തരുന്ന സൂചനകൾ ഈ മുൻജന്മത്തെ പറ്റി ഒക്കെ ആകാം. മുൻജന്മത്തെ പറ്റിയൊക്കെ അതിൽ സൂചനകൾ നമുക്ക് തരുന്നതാണ്. 9-ാം ഭാവം 12-ാം ഭാവം ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ 5-ാം ഭാവം ഒക്കെ ആയിട്ട് നമുക്കത് കൂടുതൽ അറിയാൻ പറ്റുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഈ അത്തം നക്ഷത്രക്കാരുടെ മുൻജന്മ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുമ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ വീഡിയോ ഒന്ന് മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കണം. ഇത് സ്കിപ്പ് ചെയ്ത് കളയരുത്. വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൂടാതെ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഒന്ന് ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഒരു താല്പര്യം ഈ സമയത്ത് ഞാൻ പ്രകടിപ്പിക്കാൻ കാരണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുത്താൽ അവരും ഓരോരോ നക്ഷത്രങ്ങളിൽ ജനിച്ചവരായിരിക്കുമല്ലോ. അപ്പൊ അവർക്കും ഓരോ നക്ഷത്രത്തിൽ ജനിച്ച അവരുടെ കാര്യങ്ങൾ അവർക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് എല്ലാ നക്ഷത്രക്കാരുടെയും വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ പറയുന്നത് ഈ അത്തം നക്ഷത്രക്കാരുടെ മുൻജന്മ കാര്യങ്ങളാണ്. അപ്പൊ ഈ അത്തം നക്ഷത്രക്കാർ എന്ന് പറഞ്ഞാൽ നല്ല കൈപുണ്യമുള്ളവരാണ്. അത്തം നക്ഷത്രക്കാർ ബുദ്ധിയും കർമ്മശേഷിയും ഒരുപോലെ ഒത്തുചേരുന്ന ഒരു നക്ഷത്രമാണ് അത്തം. ബുദ്ധിയും അതേപോലെ തന്നെ കർമ്മശേഷിയും ഒത്തുചേരുന്ന ഒരു നക്ഷത്രമാണ്. നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനാണ്. രാശി കന്നിരാശിയാണ്. ഈ അത്തം നക്ഷത്രത്തിന്റെ രാശി കന്നിരാശിയാണ്. ഇതിന്റെ ദേവത സവിതാവ് ആണ്. അത് സൂര്യന്റെ ഒരു ഭാവമാണ്. ഇവർ കഴിഞ്ഞ ജന്മത്തിൽ തന്റെ സ്വന്തം കൈകൊണ്ട് അത്ഭുത പ്രവർത്തികൾ സൃഷ്ടിച്ചവരാണിത്.
ഈ അത്ത നക്ഷത്രക്കാർ കഴിഞ്ഞ ജന്മത്തിൽ നല്ല കഴിവും കൈപുണ്യവും ഉള്ളവരും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചവരാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തത്തിന്റെ 5-ാം ഭാവം കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ 5-ാം ഭാവം ശനിയുടെ അധിപനായ മകരൻ രാശി ആണ്. ഇവർ ആ മകരൻ രാശിയെ പറ്റിയും 5-ാം ഭാവത്തെ പറ്റിയും ചിന്തിച്ചാൽ ഇവർ കഴിഞ്ഞ ജന്മത്തിൽ കഠിനാധ്വാനികളായിരുന്നു എന്ന് വേണം പറയാൻ. നിർമ്മാണ രംഗത്ത് കൃത്യതയോടെ പ്രവർത്തിച്ചിരുന്നവരും ഇവരായിരിക്കും. നല്ല കഠിന പ്രയത്നങ്ങളും അതേപോലെ തന്നെ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട നിർമ്മാണ രംഗത്ത് ഇവർ കഠിനാധ്വാനം ചെയ്തിരുന്നവരും കൃത്യതയോടെ പ്രവർത്തിച്ചിരുന്നവരുമായി. ഇവരുടെ 9-ാം ഭാവം കൊണ്ട് ചിന്തിക്കുമ്പോൾ 9-ാം ഭാവം എന്ന് പറഞ്ഞ ശുക്രന്റെ ഭാവമാണ്. അപ്പൊ ശരിയായ ഇവരുടെ ശുക്രന്റെ രാശിയായ ഇടവൻ രാശിയാണ് ഇവരുടെ 9-ാം ഭാവം. ഇടവൻ രാശി ശുക്രന്റെ രാശിയാണ്. ഇത് വെച്ച് നോക്കുമ്പോൾ ഇവർ കഴിഞ്ഞ ജന്മത്തിൽ കൃഷിയെയും പ്രകൃതിയെയും കലയെയും ഒരേപോലെ സ്നേഹിച്ചിരുന്നവരായിരുന്നു എന്ന് വേണമെങ്കിൽ കാണാം നമുക്ക്. മറ്റുള്ളവരെ സഹായിച്ചിരുന്ന, സഹാനുഭൂതികളോടെ അവരോട് പെരുമാറിയിരുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയുമായിരുന്നു ഈ അത്ത നക്ഷത്രക്കാർ. ഇവരുടെ 12-ാം ഭാവം കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ 12-ാം ഭാവം ചിങ്ങവും രാശിയാധിപൻ സൂര്യനും നക്ഷത്രാധിപൻ കേതുവുമാണ്. ഇവർ കഴിഞ്ഞ ജന്മത്തിന്റെ അവസാനത്തിൽ ആത്മീയ തേജസ്സോടെ ജീവിച്ചിരുന്നവരോ കുടുംബത്തിന്റെ ആദരവ് ഏറ്റുവാങ്ങിയിരുന്നവരോ ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുകയാണെങ്കിൽ ഇവർ കഴിഞ്ഞ ജന്മത്തിൽ കല്ലിലും മരത്തിലും അത്ഭുതങ്ങൾ വിരിയിച്ച മഹാന്മാരായ കലാകാരന്മാരാകാനാണ് സാധ്യത കൂടുതൽ. അതായത് കല്ലിലും മരത്തിലും കൊത്തുപണികളെല്ലാം ചെയ്തിരുന്നത്, അതേപോലെ തന്നെ കലാപരമായ കാര്യങ്ങൾ കല്ലിലും മരത്തിലും ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിലെ അത്ഭുതമായ കാര്യങ്ങൾ വിരിയിച്ച മഹാന്മാരായ കലാകാരന്മാരായിരിക്കാം. അതാണ് സാധ്യത. ഇനി അതല്ലെങ്കിൽ സത്യസന്ധനായ കച്ചവടക്കാരൻ, അതുമല്ലെങ്കിൽ പേരെടുത്ത ഒരു ധനികൻ, അല്ലെങ്കിൽ ഔഷധങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു വൈദ്യൻ. ഇതെല്ലാം ഈ അത്ത നക്ഷത്രക്കാരായിട്ടുള്ള ഇവരുടെ മുൻജന്മ കാര്യങ്ങളാണ്. ഇവർക്ക് കഴിഞ്ഞ ജന്മത്തിൽ കിട്ടിയ കൈപുണ്യം ഈ ജന്മത്തിലും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ഇവർക്ക് കൈമുതലായിരുന്ന ഒരു കൈപുണ്യം അത് ഈ ജന്മത്തിലും കിട്ടിയ ഒരു നക്ഷത്രക്കാരാണ് അത്ത നക്ഷത്രക്കാർ. അപ്പൊ ഈ അത്ത നക്ഷത്രക്കാരുടെ ഈ മുൻജന്മ രഹസ്യം എന്ന ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.